ഭർത്താവിനെയും ഭാര്യയെയും മക്കളെയും സമൂഹത്തിന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകമായി പ്രഖ്യാപിച്ച് ടെക്സാസ് നഗരം. ടെക്സാസ്, യു.എസിലെ വിവിധ സംസ്ഥാന സർക്കാരുകൾ സ്വവർഗ വിവാഹങ്ങളും മൂന്നാം ലിംഗം മുതലായ ദൈവവചന വിരുദ്ധ നിയമങ്ങളുമൊക്കെ പ്രോത്സാഹിപ്പിക്കുക, നിയമവിധേയമാക്കുകയുമൊക്കെ ചെയ്യുന്ന വേളയിൽ ടെക്സാസിലെ ഒരു ചെറിയ നഗര ഭരണകൂടം ക്രൈസ്തവ മൂല്യത്തിൽ അധിഷ്ഠിതമായ കുടുംബ ബന്ധത്തെ സമൂഹത്തിന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകമായി പ്രഖ്യാപിച്ചത് ഏറെ പ്രശംസ അർഹിക്കുന്നു. ഡാളസിൽ നിന്നും ഏകദേശം 30 മൈൽ വടക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഫേറ്റ് നഗരം കുടുംബാധിഷ്ഠിത മൂല്യങ്ങളും ശക്തമായ ക്രിസ്ത്യൻ സമൂഹബോധനവും സംരക്ഷിക്കാനായി ജൂൺ മാസം ന്യൂക്ലിയർ കുടുംബ മാസമായി പ്രഖ്യാപിച്ചു. ജൂൺ 1 നടന്ന സിറ്റി കൗൺസിൽ യോഗത്തിൽ മേയറാണ് പ്രഖ്യാപനം നടത്തിയത്. ആകെ 23,000-ൽ താഴെ നിവാസികളുള്ള നഗരമാണ് ഫേറ്റ്. സൃഷ്ടിയുടെ ഉദയം മുതൽ ആരോഗ്യകരവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകമായി ദൈവം ഒരു ഭർത്താവ്, ഒരു ഭാര്യ, അവരുടെ കുട്ടികൾ ജൈവികമോ ദത്തെടുക്കപ്പെട്ടതോ വളർത്തിയതോ ഏതുമാകട്ടെ അണുകുടുംബമാണിത്, മേയർ പറഞ്ഞു. വിശ്വാസം, ഉത്തരവാദിത്വം, സ്നേഹം എന്നിവയിൽ അധിഷ്ഠിതമായ ശക്തമായ ഭവനങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. ചർച്ചുകൾ, ശുശ്രൂഷകൾ, പാസ്റ്റർമാർ, വിശ്വാസാധിഷ്ഠിത സംഘടനകൾ എന്നിവയിൽ നിന്നുള്ള സംഭാവനകളെ അദ്ദേഹം ഉദ്ധരിച്ചു. യു.എസിലെ വിവിധ സംസ്ഥാന സർക്കാരുകൾ സ്വവർഗ വിവാഹങ്ങളും മൂന്നാം ലിംഗം മുതലായ ദൈവവചന വിരുദ്ധ നിയമങ്ങളുമൊക്കെ പ്രോത്സാഹിപ്പിക്കുക, നിയമവിധേയമാക്കുകയുമൊക്കെ ചെയ്യുന്ന വേളയിൽ ടെക്സാസിലെ ഒരു ചെറിയ നഗര ഭരണകൂടം ക്രൈസ്തവ മൂല്യത്തിൽ അധിഷ്ഠിതമായ കുടുംബ ബന്ധത്തെ സമൂഹത്തിന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകമായി പ്രഖ്യാപിച്ചത് ഏറെ പ്രശംസ അർഹിക്കുന്നു. ഡാളസിൽ നിന്നും ഏകദേശം 30 മൈൽ വടക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഫേറ്റ് നഗരം കുടുംബാധിഷ്ഠിത മൂല്യങ്ങളും ശക്തമായ ക്രിസ്ത്യൻ സമൂഹബോധനവും സംരക്ഷിക്കാനായി ജൂൺ മാസം ന്യൂക്ലിയർ കുടുംബ മാസമായി പ്രഖ്യാപിച്ചു. ജൂൺ 1 നടന്ന സിറ്റി കൗൺസിൽ യോഗത്തിൽ മേയറാണ് പ്രഖ്യാപനം നടത്തിയത്. ആകെ 23,000-ൽ താഴെ നിവാസികളുള്ള നഗരമാണ് ഫേറ്റ്. സൃഷ്ടിയുടെ ഉദയം മുതൽ ആരോഗ്യകരവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകമായി ദൈവം ഒരു ഭർത്താവ്, ഒരു ഭാര്യ, അവരുടെ കുട്ടികൾ ജൈവികമോ ദത്തെടുക്കപ്പെട്ടതോ വളർത്തിയതോ ഏതുമാകട്ടെ അണുകുടുംബമാണിത്, മേയർ പറഞ്ഞു. വിശ്വാസം, ഉത്തരവാദിത്വം, സ്നേഹം എന്നിവയിൽ അധിഷ്ഠിതമായ ശക്തമായ ഭവനങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. ചർച്ചുകൾ, ശുശ്രൂഷകൾ, പാസ്റ്റർമാർ, വിശ്വാസാധിഷ്ഠിത സംഘടനകൾ എന്നിവയിൽ നിന്നുള്ള സംഭാവനകളെ അദ്ദേഹം ഉദ്ധരിച്ചു.